ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് നീരുദോശയും തക്കാളിക്കറിയും. സാധാരണ നമ്മൾ നീരുദോശയ്ക്ക് ചമ്മന്തിയല്ലേ സൈഡ് ഡിഷായിട്ട് തയ്യാറാക്കാറ്. പക്ഷേ ഇന്ന് നമുക്കൊരു അടിപൊളിയൊരു തക്കാളിക്കറി കൂടെ ഇതിൻ്റെ കൂടെ കണ്ടു നോക്കാവേ. ഇവിടെ സാധാരണ മംഗലാപുരം, ഉടുപ്പി, കുന്താപ്പുറയിലൊക്കെ ചില ഹോട്ടലിലൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി കഴിഞ്ഞാൽ നീരുദോശയുടെ കൂടെ ഇതുപോലൊരു തക്കാളിക്കറി കൂടെ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നീരുദോശയും തക്കാളിക്കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു തക്കാളിക്കറി ഉണ്ടല്ലോ, നമുക്ക് നീർദോശയ്ക്ക് മാത്രമല്ല ചപ്പാത്തിക്കും ചോറിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് നീരുദോശ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നീരുദോശ തയ്യാറാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ 2 കപ്പ് പച്ചരി, ഇതുപോലത്തെ ഒരു കപ്പിന് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അരി നമ്മൾ നീരുദോശയ്ക്ക് എടുക്കാൻ നേരത്ത് പശയില്ലാത്ത നല്ല ഇനം അരി നോക്കി എടുക്കണേ, എന്നാലേ പശ ഒട്ടാതെ നീരുദോശ കിട്ടത്തുള്ളൂ. ഇപ്പോൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കുതിർത്ത പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ച് നീരുദോശ തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയും ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുത്തത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണേ. നീർദോശയ്ക്ക് മാവ് അരയ്ക്കാൻ നേരത്ത് ഒട്ടും തന്നെ തരിയില്ലാതെ നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഏത് കപ്പിലാണോ നമ്മൾ അരിയെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം നമ്മൾ അരയ്ക്കാൻ നേരത്ത് ചേർത്തു. ഇത് 2ാമത്തെ കപ്പ് വെള്ളം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഈ വെള്ളം കൂടെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തു, 1 കപ്പ് അരയ്ക്കാൻ നേരത്തും 1 കപ്പ് മിക്സി കഴുകിയും ചേർത്തു. ഇനി ഇത് 3ാമത്തെ കപ്പ് വെള്ളം ഞാൻ ചേർത്തു. ഇനി 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതാണ് കറക്റ്റ് അളവ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിരുന്നു, അതിന് ഞാനിപ്പോൾ 4 കപ്പ് വെള്ളം അരയ്ക്കുന്നതും കൂട്ടി 4 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നീരുദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഫെയിലാകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നീരുദോശ തയ്യാറാക്കാവുന്നതാണ്. ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ചൊരു എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കാം. എന്നിട്ട് മാവ് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാവ് നമുക്ക് നല്ല ചൂടായ കല്ലിലേക്ക് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ 1-1.5 തവിയോ മാവ് ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പം സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, സൈഡൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പം നമുക്ക് ഈ നീരുദോശ ഈ പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. നീരുദോശ പാനിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത നീരുദോശ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ നല്ല ചൂട് വേണം കേട്ടോ. ചൂടുള്ളപ്പം ഇതുപോലെ എല്ലാ പ്രാവശ്യം നീരുദോശ തയ്യാറാക്കാൻ നേരത്ത് മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം കണ്ടോ, ഇവിടെ നമ്മുടെ ആദ്യം തയ്യാറാക്കിയ നീരുദോശ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ നീരുദോശ ഒട്ടിപ്പോകും. അപ്പോൾ ഇവിടെ സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ നീരുദോശ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിന് സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള തക്കാളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ആദ്യം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പം വെളുത്തുള്ളിയുടെ ആ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആ സവാളയൊക്കെ വഴന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയും 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണ് സാമ്പാർ പൊടിയും, ഏത് സാമ്പാർ പൊടിയാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ചൂടാക്കി പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്
നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ആ തക്കാളിക്കകത്തുള്ള വെള്ളത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കാം. മൂടി ഒരു കുറച്ച് നേരം കഴിയുമ്പം ഇതുപോലെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അന്നേരം നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് നീരുദോശയുടെ കൂടെ ഇതുപോലെ ചൂട് തക്കാളിക്കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ തക്കാളിക്കറി നമുക്ക് നീരുദോശയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. സിമ്പിളായിട്ട് ഒരു പൊടികളും വേണം. നമുക്ക് മുളക് പൊടി ഇച്ചിരി സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നീരുദോശയും തക്കാളി കറിയുമായിരുന്നു. സാധാരണ ഇവിടെ മംഗലാപുരത്തൊക്കെ പറയാം നീരുദോശയും ടൊമാറ്റോ ഗൊജ്ജു അല്ലെങ്കിൽ ടൊമാറ്റോ പുളിമുഞ്ചി എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.